ഹലോ എവരിവൺ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് കൊട്ടിയൂർ ഉത്സവം കാണാൻ പോവാം. ആദ്യം നമുക്ക് കൊട്ടിയൂരിൻ്റെ കുറച്ച് ചരിത്രം പറഞ്ഞാലോ. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ 2 മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ. കണ്ണൂരിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാട് ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രം 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. പരമശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ. ഇക്കരെ കോവിലാണെങ്കിൽ ജൂൺ മാസത്തിൽ മാത്രം തുറക്കുന്ന താൽക്കാലിക ക്ഷേത്രമാണ്. അക്കരെ കോവിൽ വർഷത്തിൽ മുഴുവൻ തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ്. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഉത്സവം തുടങ്ങി ആദ്യത്തെ 2 ദിവസവും ഉത്സവം അവസാനിക്കുന്ന അവസാനത്തെ 4 ദിവസങ്ങളിലും സ്ത്രീകൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. ഇതിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ ക്ഷേത്രമെന്നും അവിടെ സതീദേവി ആത്മത്യാഗം ചെയ്തുവെന്നും വിശ്വസിക്കുന്നു. ഈ സ്ഥലത്ത് ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടെന്നും പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ചില പ്രത്യേക ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ളത്. കൊട്ടിയൂരിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങൾ നോക്കാം. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. സതീദേവി യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്ത ശേഷം ശിവൻ വീരഭദ്രനെ സൃഷ്ടിച്ച് യാഗം മുടക്കുകയും ദക്ഷനെ വധിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ അനുസ്മരിച്ചാണ് കൊട്ടിയൂർ ഉത്സവം ആഘോഷിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പരശുരാമൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യമുണ്ട്. അദ്ദേഹം കേരളം വീണ്ടെടുത്ത ശേഷം ഇവിടെ താമസിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ വരുണൻ്റെ അഭ്യർത്ഥന മാനിച്ച് തൻ്റെ മഴു എറിഞ്ഞ് കേരളം കടലിൽ നിന്ന് വീണ്ടെടുത്തു. ഈ സമയത്ത് പരശുരാമനെ കാളി ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് പരശുരാമനെ തടഞ്ഞു. കാളിയെ തോൽപ്പിച്ച് ഗുരുവായ ശിവന്റെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് വരരുത് എന്ന വ്യവസ്ഥയോടെ വിട്ടയച്ചു. ഈ സംഭവങ്ങളെ അനുസ്മരിച്ചാണ് 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം കൊട്ടിയൂരിൽ ആഘോഷിക്കുന്നത്. ഉത്സവകാലത്തെ ഒരു പ്രധാന ആചാരമാണ് ഇളനീർ വെപ്പ് അഥവാ സ്വയംഭൂ ശിവലിംഗത്തിന് മുന്നിൽ ഇളനീർ സമർപ്പിക്കൽ. ഈ പ്രത്യേക ദിനത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ കൊണ്ടുവരുന്ന ആയിരക്കണക്കിന് ഇളനീരുകൾ സമർപ്പിക്കുന്നു. അടുത്ത ദിവസം ക്ഷേത്രത്തിലെ നമ്പൂതിരിമാർ ശുദ്ധമായ സ്വർണ്ണ വെള്ളി കലങ്ങളിൽ ഇളനീരിൽ നിന്ന് വെള്ളം ശേഖരിക്കുകയും തുടർന്ന് പ്രധാന പുരോഹിതൻ ശേഖരിച്ച തേങ്ങാവെള്ളം ഇളനീരാട്ടം എന്നറിയപ്പെടുന്ന രാശിവെള്ളിയിൽ വിഗ്രഹത്തിൽ ഒഴിക്കുകയും ചെയ്യുന്നു. രോഹിണി ആരാധന വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. ഇത് മറ്റൊരു ക്ഷേത്രത്തിലും കാണുന്നില്ല. കുറുമാത്തൂർ ബ്രാഹ്മണൻ ആചാരത്തിൻ്റെ ഭാഗമായി സ്വയംഭൂ ശിവലിംഗത്തെ ആലിംഗനം ചെയ്യുന്നു. സതിയുടെ നഷ്ടത്തിൽ ദുഃഖിതനായ ശിവനെ വിഷ്ണു സമാധാനിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഉത്സവത്തിൻ്റെ ഭാഗമായി ശിവൻ്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള 2 ആനകൾ എഴുന്നള്ളിപ്പ് എന്ന ഘോഷയാത്ര നടത്തുന്നു. ഘോഷയാത്രയ്ക്ക് ശേഷം ആനകൾക്ക് നന്നായി ഭക്ഷണം നൽകുകയും ഔപചാരികമായ വിടവാങ്ങൽ നൽകുകയും ചെയ്യുന്നു.